നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളെല്ലാവരും കണ്ടിരുന്നു. പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഏത് ജപിക്കണം, എങ്ങനെ ജപിക്കണം, ഗായത്രി മന്ത്രമാണോ, അങ്ങനെ ഏതാ വേണ്ടേ എന്നൊക്കെ കുറേ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി നിവൃത്തി വരുത്തണം എന്ന് തോന്നി. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂലോകത്ത് സർവ്വ ചരാചരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരം സൂര്യനാണ്. സൂര്യദേവന്റെ പ്രകാശരശ്മികളേറ്റാണ് സർവ്വ സസ്യങ്ങളും വൃക്ഷലതാദികളും മൃഗങ്ങളും എന്നുവേണ്ട ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളുടെ നിലനിൽപ്പ് തന്നെ. ആ സൂര്യഭഗവാന്റെ പ്രകാശകിരണങ്ങളാണ്, ആ രാവിലെയുള്ള പ്രകാശകിരണങ്ങളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈറ്റമിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും, പല ഡോക്ടേഴ്സ് വരെ നിർദ്ദേശിക്കുന്നുണ്ട് രാവിലെയുള്ള സൂര്യഭഗവാന്റെ ഇളം വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുന്ന ഒരു സമയം കൂടി ഈ സമയത്ത് കാണപ്പെടുന്നുണ്ട്. പല ഡോക്ടർമാരും നിർദ്ദേശിക്കാറുണ്ട്. കാരണം ചില വൈറ്റമിൻസിൻ്റെ അഭാവമൊക്കെ സൂര്യഭജനം കൊണ്ട് മാറും എന്ന് പറഞ്ഞു, അല്ലെ സൂര്യദേവൻ്റെ പ്രകാശരശ്മികൾ ഏറ്റുമാറും. നമ്മൾ പഴയ കാലത്ത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി സൂര്യഭഗവാനെ രാവിലെ തൊഴുക, സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യദേവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗ്രഹപ്പഴാദോഷങ്ങൾക്ക് അതായത് ജാതകത്തിൽ ഇപ്പോൾ ആദിത്യൻ, സോമൻ, അങ്കാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, അങ്ങനെ ഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ഓരോ ഗ്രഹങ്ങളുടെയും ഗ്രഹപ്പഴയിലെ നാഥൻ അല്ലെങ്കിൽ നവഗ്രഹങ്ങളുടെ നാഥൻ ആരാണെന്ന് വെച്ചാൽ സൂര്യനാണ്. ആ നവഗ്രഹങ്ങളായുള്ള ഗ്രഹപ്പഴാദോഷങ്ങൾക്ക്, ഇപ്പം കേതുദശയാണ്, അല്ലെ രാഹുർദശയാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ദശാസന്ധികളുടെ ദോഷങ്ങളായാലും ദശകളുടെ ദോഷങ്ങളായാലും ഗ്രഹപ്പഴ ദോഷങ്ങളായാലും അതിൽ വരുന്ന ജാതകദോഷങ്ങളായാലും അതിന് മുഴുവൻ സൂര്യദേവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ദുരിതത്തെ മോചനത്തിലേക്ക് നയിക്കാൻ ഏറ്റവും കാരകത്വം വഹിക്കുന്നു. സൂര്യഭജനം കൊണ്ട് ഗ്രഹപ്പഴാദോഷങ്ങൾ വളരെ കൃത്യമായി മാറുന്നു എന്നുള്ളത് വേറൊരു വസ്തുത. നമ്മളിങ്ങനെയുള്ള സ്രോതസ്സുകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ സംഭവങ്ങളെ ഈശ്വര സ്വരൂപിയെ നമ്മൾ ആരാധിക്കുകയും ആചാരിക്കുകയും അവരെയൊക്കെ ഈശ്വരന്മാരായി കാണുന്നതാണ് നമ്മുടെ ഈ മഹനീയമായ ധർമ്മം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഈ സൂര്യദേവനെ എങ്ങനെ പ്രാർത്ഥിക്കാം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കാം, ഏത് മന്ത്രം ജപിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ അതൊന്നുകൂടി നിവൃത്തി വരുത്തുക എന്നുള്ളത് എനിക്ക് തോന്നി. സൂര്യനമസ്കാരം ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരു രോഗങ്ങളും നിങ്ങളെ സ്പർശിക്കില്ല എന്നാണ് പണ്ട് ആചാര്യപ്രമാണം. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അസുഖം വന്ന് ആശുപത്രി പോകാതിരിക്കരുത്, തിരുമേനി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് കേമാണ് സൂര്യനമസ്കാരം. ശരീരത്തിൻ്റെ സർവ്വനാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനും സർവ്വരോഗങ്ങളിൽ നിന്നുള്ള മോക്ഷത്തിനും പറ്റിയതാണ് സൂര്യനമസ്കാരം. അതിൻ്റെ ചിട്ടയായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ഫലം, അതൊരു കേമത്വം തന്നെയാണ്. ഭഗവാനെ നോക്കിയിട്ട് സൂര്യഭഗവാനെ നോക്കിയിട്ട് രാവിലെ നമ്മൾക്ക് ഒരു 7 രൂപ അല്ലെങ്കിൽ ഒരു 12 രൂപ നമ്മൾ നാമം ജപിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ ആദിത്യായ നമാന്ന് ജപിക്കണോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കണോ, അങ്ങനെ കുറേ സംശയങ്ങൾ വന്നു. അപ്പം നമുക്ക് ആർക്കും പെട്ടെന്ന് എന്ത് കാര്യം ചെയ്താലും നമ്മളൊരു കുഞ്ഞു കുട്ടിക്ക് മുലപ്പാൽ കൊടുത്താൽ ആ കുട്ടിക്ക് ദഹിക്കുള്ളൂ. ആ കുട്ടിക്ക് വളരെ കേമായുള്ള ആഹാരാദികൾ വെച്ച് കൊടുത്താൽ ആ കുട്ടിക്ക് ദഹിക്കില്ല എന്ന് പറയണ പോലെ ഓരോ ഭക്തനും അതിൻ്റേതായ അർത്ഥത്തിലുള്ള നാമജപാദികൾ ചെയ്യുമ്പോഴാണ് ആ ഭക്തന് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടുള്ളൂ. നമുക്ക് കിട്ടുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്, നമുക്ക് ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സൂര്യനെ നോക്കിയിട്ട് രാവിലെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന വളരെ ലളിതമായി നിൽക്കുന്ന ഒരു നാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗായത്രിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ജപിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് മന്ത്രോപദേശങ്ങളൊന്നും വേണ്ടാത്തതാണ്. അതുപോലെ തന്നെ അത് ഒരുപാട് മനോദുഃഖങ്ങൾക്കും ഗ്രഹപ്പഴാദോഷങ്ങൾക്കും മറ്റ് ശാരീരികമായി നിൽക്കുന്ന അസ്വസ്ഥതകൾക്കും അത് പ്രാധാന്യത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് കേമത്വമുണ്ട്. ആ ഗായത്രിക്ക് കേമത്വമുണ്ട്. ആദിത്യായ വിദ്മഹേ സഹസ്ര കിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്
തന്നോ സൂര്യപ്രചോദയാൽ. അപ്പം ഇത് ഭഗവാനെ ധ്യാനിച്ച് ഒരു 7 രൂപ അല്ലെങ്കിൽ ഒരു 12 രൂപ സൂര്യനെ നോക്കി ചെയ്യാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ്, വളരെ വളരെ ഗംഭീരമാണ്. കാരണം ശരിക്കും നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന്, നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മാറ്റം ലഭിക്കാനായിട്ട് സൂര്യഭജനം നൽകുന്നതാണ്. അപ്പോൾ അതെങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് ജപിക്കണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ പല നാമങ്ങളും ജപിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നുണ്ട്. വളരെ ഗംഭീരമായ മാറ്റങ്ങളാണ്, അവരൊരിക്കലും നിരീക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ നാമജപാദികളുടെ കിട്ടിയതാണ്. അപ്പം എന്നെ വിളിച്ചത് തിരുമേനിക്ക് സഹസ്രകോടി ആശംസ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ആയതിനാൽ അതിൻ്റെ കൂടെ മനോദുഃഖത്തിനും ഗ്രഹപ്രാദോഷങ്ങൾക്കും നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ സൂര്യഭജനം ഈ നാമം ജപിച്ചോളൂ. ഗംഭീരമായിട്ട് അതിന് വ്യത്യാസം വന്നോളും, യാതൊരു സംശയവും വേണ്ട. നമസ്കാരം.